യുഎസ് ഇറാൻ രണ്ടാംഘട്ട ചർച്ചകൾ നടന്നേക്കുമെന്ന് സൂചന. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിലെ പ്രതിനിധി സംഘം പാകിസ്ഥാനിലെത്തി. ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അവകാശപ്പെട്ടു. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ എന്നിവർ ഉടൻ ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിക്കുമെന്നും അറിയിപ്പ്. As you know, and I spoke about it earlier this week, the president was flexible in granting an extension of the ceasefire throughout this time. The president has decided to dispatch Special Envoy Witkoff and Jared Kushner back to Islamabad. The Iranians want to talk. They want to talk in person. And so the president is, as I've said many times to all of you, always willing to give diplomacy a chance. So Steve and Jared will be heading to Pakistan tomorrow to hear the Iranians out. We hope progress will be made, and we hope that positive developments will come from this meeting, and we will see. And the president, the vice president, the secretary of state will be waiting here in the United States for updates, and the vice president, I understand, is on standby and will be willing to dispatch to Pakistan if we feel it's a necessary use of his time. അതേസമയം അമേരിക്കയുമായി ചർച്ച ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുമെന്നും വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ഭഗേയി എക്സിൽ കുറിച്ചു. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഒരു സമാധാന ചർച്ച എന്നത് ഇപ്പോഴും ഒരു അനിശ്ചിതത്വമായി അവിടെ നിലനിൽക്കുകയാണ്. ഇനി സമാധാന ചർച്ച ഉണ്ടായാൽ തന്നെ അത് എത്രത്തോളം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്നും പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, എല്ലാവരും കാത്തിരുന്നത് പോലെ ഇറാൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയെങ്കിലും ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതകൾ അത് ഇപ്പോഴും നേരിയ തോതിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോഴൊരു ചർച്ചയല്ലെങ്കിൽ പോലും ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങളും അതുപോലെ ഉപാധികളും അമേരിക്കയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു സമവായ നീക്കം അതെങ്കിലും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ചർച്ച പാകിസ്ഥാനിൽ വെച്ച് നടക്കുമെന്ന് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയും പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് ഇത്തരം അഭ്യൂഹങ്ങൾ വന്നത്. അതിന് പിന്നാലെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. അമേരിക്കയിൽ വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റാണ് പ്രതികരണം നടത്തിയത്. അവർ പറഞ്ഞത് ഇറാൻ ഈ ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായി US തങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരഡ് കുഷ്നറിനെയും പാകിസ്ഥാനിലേക്ക് അയക്കുന്നുണ്ട്. ഇസ്ലാമാബാദിൽ വെച്ച് ഉടൻ ചർച്ചകൾ നടക്കും എന്ന് തന്നെ അമേരിക്ക പ്രതീക്ഷിക്കുന്നു. ചർച്ചകൾ ശുഭകരമാണെങ്കിൽ USന്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് കൂടി പാകിസ്ഥാനിലെത്തുമെന്നും കരോലിൻ ലെവിറ്റ് അറിയിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പറയുന്നത് ഇപ്പോൾ നിലവിൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പാകിസ്ഥാനിലെത്തിയിട്ടുള്ളത് ഇറാന്റെ ഒരു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം അബ്ബാസ് അറക്ചി ഉടൻ തന്നെ ഒമാനിലേക്കും അതുപോലെ തന്നെ മോസ്കോയിലേക്കും യാത്ര തിരിക്കും. ഇപ്പോൾ നിലവിൽ USുമായിട്ടുള്ള ഒരു ചർച്ച തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇറാന്റെ നിരീക്ഷണങ്ങൾ പാകിസ്ഥാനെ അറിയിക്കുക മാത്രമാണ് നിലവിൽ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ഇസ്മായിൽ ബഗേയി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊരു ചർച്ചയുടെ, അതായത് നേരിട്ടുള്ള ചർച്ചയുടെ സാധ്യതകൾ വിദൂരം തന്നെയാണ്. അമേരിക്കയുടെ പ്രതിനിധികൾ അവർ ഇന്നോടെ യാത്ര തിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നാളെയാകും പാകിസ്ഥാനിലെത്താൻ. അപ്പോൾ ഇത്ര ദീർഘമായിട്ടുള്ള ഒരു സന്ദർശനം അതിന് ഇറാൻ തയ്യാറാകുമോ, അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു സംഭാഷണം അത് ആദ്യഘട്ടത്തിൽ പരാജയപ്പെട്ടു പോയിരുന്നു, അതിന് ഇറാൻ സന്നദ്ധത അറിയിക്കുമോ എന്നുള്ള അതിനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴും ഒരു വിദൂരം തന്നെയാണ്. പക്ഷേ ഇറാന്റെ ചില ഉപാധികളെങ്കിലും പാകിസ്ഥാന് കൈമാറിയിട്ട് അത് പാകിസ്ഥാൻ അമേരിക്കൻ പ്രതിനിധികളെ ഏൽപ്പിച്ച് പിന്നീട് അമേരിക്കയുടെ ഒരു മറുപടി വന്നതിന് ശേഷം തുടർ നീക്കങ്ങളെങ്കിലും നടക്കാനുള്ള സാധ്യതകളാണ് നിലവിൽ നമുക്ക് കാണാനാകുന്നത്. പശ്ചിമേഷ്യയിലെ മറ്റൊരു സംഘർഷ ഭൂമികയാണ് ലെബനനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ വെടിനിർത്തൽ 3 ആഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ടെങ്കിലും സംഘർഷത്തിന് അയവില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിന്റെ സേനയും അതുപോലെ തന്നെ ഹിസ്ബുള്ള സേനയും തമ്മിലുള്ള ഒരു വെടിവയ്പ്പൊക്കെ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. മേഖലയിൽ 6 ഹിസ്ബുള്ള സൈനികരെ കൊലപ്പെടുത്തിയതായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് മരണസംഖ്യ 2491 പിന്നിട്ടതായിട്ടാണ് ലെബനനിൽ നിന്നുള്ള ഔദ്യോഗിക വിവരം ലഭിക്കുന്നത്. ഇപ്പോൾ ലെബനൻ സർക്കാരിന് ഹിസ്ബുള്ള സേനയ്ക്ക് മേലുള്ള ഒരു നിയന്ത്രണം അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്നാണ് ഇസ്രായേലിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇസ്രായേലി സൈന്യത്തിന് ലെബനനിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളതായിട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.